ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു വാട്ടർ ക്യാൻഡിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പം നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ചെയ്യാൻ അധികം ടൈം എടുക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒന്ന് പരിഗണിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണ്. വീട്ടിൽ ഉപയോഗിക്കാത്ത ഗ്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനകത്ത് കെമിക്കലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വെള്ളാരം കല്ലുകൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് വേണം. പിന്നെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിൽ തിരിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞൊരു തിരി വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ നമുക്ക് വേണം. പിന്നെ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റും വേണം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്ത ആ ഒരു ഗ്ലാസ്സിലോട്ട് ഏകദേശം ഫില്ലാകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഫില്ലായി കിട്ടിയാൽ മതി. രണ്ടാമത് നമ്മളെടുത്ത ആ ഒരു വെള്ളാരം കല്ലുണ്ടല്ലോ, അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം വെള്ളാരങ്കല്ലിട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. വേറൊന്നുമല്ല, വെള്ളം തെറിക്കും, ചിലപ്പോൾ ഗ്ലാസും പൊട്ടും. എന്നെ പോലെ പൊട്ടത്തരം കാണിക്കാണ്ടിരിക്കുക. ദെൻ നമ്മളെടുത്ത ആ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പെയിൻറ്റ് മാത്രം എടുത്താൽ മതി, നല്ലൊരു കളറ് തന്നെ കിട്ടും. അപ്പോൾ ബ്ലൂ റെഡ് എന്നൊക്കെ പറയുമ്പോൾ ആ വെള്ള കല്ലിൻ്റെ കൂടെ നല്ല രീതിക്ക് ഇതായി പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എടുത്തത്. പിന്നെ എനിക്ക് പേഴ്സണലി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലൂ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് കളർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉജാല കാണുമല്ലോ, അതായാലും 2-3 ഡ്രോപ്പ് എടുത്താൽ മതി. എന്നാലും നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടുമല്ലോ. അപ്പം നല്ല രീതിക്ക് നമ്മളെടുത്ത പെയിൻറ്റ് മിക്സ് ആക്കി കൊടുക്കുക. അതിലോട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഇടുക. വേണമെങ്കിൽ നമുക്ക് കോക്കനട്ടോ സൺഫ്ലവറോ എന്ത് വേണേൽ നമുക്ക് എടുക്കാം. ആ ഒരു ഓയിൽ ഇട്ടിട്ട് അതും നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. ദെൻ നമ്മളെടുത്ത ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, ഇത് വേണേൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓപ്പൺ ഫയൽ ഉണ്ടാവും, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ആവശ്യമില്ലാത്ത ഫയൽ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ദെൻ നമുക്കിതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാനാണല്ലോ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണ്ടത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ പുറമേ വെച്ച് അതിൻ്റെ ഇന്നർ റേഡിയസ് മെഷർ ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ അകത്തോട്ട് അത് ഇറങ്ങിപ്പോകണമെങ്കിൽ പുറത്ത് ആ ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ദെൻ അതിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തിരി വെക്കാനാണല്ലോ ഇത് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് നമ്മുടെ തിരി അതിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇറക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിയെ പിടിച്ച് ഇറക്കുക, പ്ലാസ്റ്റിക്കെ പിടിക്കരുത്. അല്ലെങ്കിൽ ഒരു സൈഡ് ചെരിഞ്ഞ് ആ ഓയിലിലോട്ട് ഇങ്ങനെ ഇരുന്ന് പോകും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു ഷീറ്റ് എടുത്തു, കട്ട് ചെയ്തു, സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ക്യാൻഡിലിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, ആദ്യം ബ്ലൂ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു, റെഡ് എടുക്കണമായിരുന്നോ നല്ലതെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നണത് എന്നാന്ന് വെക്കുകയാണെങ്കിൽ റെഡിനേക്കാളും ബ്ലൂ ഭയങ്കര ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ബ്ലൂ റെഡിനേക്കാളും കുറച്ചുകൂടെ സെറ്റായി പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഡേ ലൈറ്റിലായതുകൊണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നൈറ്റാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയേനെ. പിന്നെ ഇത് ദീപാവലിക്കൊക്കെ നൈറ്റാണല്ലോ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വാട്ടർ ആണെങ്കിൽ മറ്റേ ക്യാൻഡലിൽ വാക്സ് ആണ്, രണ്ടിലും W ഉണ്ടല്ലോ. അപ്പം നെക്സ്റ്റ് ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.